നമസ്കാരം, VC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി മേഖലയിൽ വിവിധ ഇടങ്ങളിൽ അപകടം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ പാതയിലെ അകമലയിൽ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങിയ ഉദ്യോഗസ്ഥന്റെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് അപകടം. ഉദ്യോഗസ്ഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്താണി മീണാലൂരിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മരത്തിലിടിച്ചതിനെ തുടർന്ന് കൂറ്റൻ മരം റോഡിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കേച്ചേരി കുറാഞ്ചേരി റോഡിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമ്പലപുരം സ്വദേശി മുഹമ്മദ് മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി ഓട്ടുപാറ ഉദയാനഗറിലെ ജനവാസ മേഖലയിലുണ്ടായ തീപിടുത്തം നഗരവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ഇടുങ്ങിയ വഴികൾ കാരണം ഫയർഫോഴ്സ് വാഹനത്തിന് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ലീഡിംഗ് ഓഫീസർ ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുൻകരുതൽ നടപടിയായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ നഗരത്തിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുകയും പുകപടലങ്ങൾ കാരണം കാഴ്ച തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 218 ബൂത്തുകളിൽ നിന്നുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ കനത്ത സുരക്ഷയോടെ തൃശൂരിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. റിട്ടേണിംഗ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കി സീൽ ചെയ്ത യന്ത്രങ്ങൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മെയ് 4 വോട്ടെണ്ണൽ നടക്കുന്നതുവരെ കേന്ദ്രസേനയുടെയും പോലീസിന്റെയും കർശനമായ കാവലിലായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ. ടവർ നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. എരുമപ്പെട്ടി കരിയന്നൂർ കുന്നിൽ നടക്കുന്ന മൊബൈൽ ഫോൺ ടവർ നിർമ്മാണം ഉടൻ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലമുടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. 2018 മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ആഴത്തിൽ മണ്ണെടുത്ത് നിർമ്മാണം നടത്തുന്നതിനെതിരെ വാർഡ് മെമ്പർ NK കബീറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്ത് യോഗത്തിലെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ടവർ നിർമ്മാണം തടയാൻ നടപടി ആവശ്യപ്പെട്ട് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചു.